ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. അലർജി നിവാരണത്തിന് വേണ്ടിയുള്ള വചനങ്ങളാണ്. അതായത് അലർജി ഒരു വല്ലാത്തൊരു പ്രശ്നമാണ്. എന്നോട് ഒരാൾ പറഞ്ഞത് ഈ തുമ്മലും ചീറ്റലും എന്നെയും കൊണ്ടേ പോകുള്ളൂ. അപ്പോൾ എന്ന് തുടങ്ങിയാന്ന് വെച്ചാൽ അത് ഓർമ്മ വെച്ച കാലം മുതലേ ഉള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മയപ്പനും ചെറുപ്പത്തിലേ മരിച്ചുപോയി. ഒത്തിരി ആന്തരിക മുറിവുകൾ, ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്ന അവസ്ഥ, അൺസെക്യൂരിറ്റി ഫീലിംഗ്, അലർജിയുടെ പ്രധാനപ്പെട്ട കാരണം. ഇത് മനസ്സിലാക്കി തരുന്നതിനാണ് ഇത് ഷെയർ ചെയ്തത്. ആണായാലും പെണ്ണായാലും ജീവിതത്തിൽ ചില അരക്ഷിത അവസ്ഥകളെ നേരിടേണ്ടി വരുമ്പോൾ അത് ഇങ്ങനൊരു ചോദ്യമായിട്ട്, അലർജിയായിട്ട് നമ്മുടെ ശരീരം പല കാര്യങ്ങളെയും റെസിസ്റ്റ് ചെയ്യുന്ന, എതിർക്കുന്ന, അല്ലെങ്കിൽ ഇതൊക്കെ ക്ഷമിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ, ഒരു മെസ്സേജ് നമ്മുടെ തലച്ചോറിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രകൃതിയോട് ക്ഷമിക്കണം, കാറ്റിനോട് ക്ഷമിക്കണം, യാത്രയോട് ക്ഷമിക്കണം, മാതൃഗർഭത്തോട്, അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന അവസ്ഥ, യാത്ര ചെയ്താൽ ഛർദ്ദിച്ച് മരിക്കാറാകും. എൻ്റെ ജീവിത പങ്കാളിക്ക് ഉണ്ടായതാണ്. ആ ഒരു മേഖല സമർപ്പിച്ച് ഇതുപോലെ പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം കിട്ടി. എൻ്റെ ഭാര്യയുടെ വീട് കൊല്ലത്താണ്, നമ്മൾ എറണാകുളത്താണ്, വയറ്റില്ല ചളിക്കോട്ടം എന്ന് പറയും. അപ്പോൾ എത്ര മണിക്കൂർ അല്ലെങ്കിൽ എത്രയോ ദൂരം യാത്ര ചെയ്യണം. മുൻപൊക്കെ യാത്ര പോലും പലപ്പോഴും അത്യാവശ്യ കാര്യത്തിനൊഴികെ യാത്രകൾ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം യാത്രയും കഴിഞ്ഞ് വന്നാൽ ഭയങ്കര യാത്രാ ചുരുക്ക്, ആദ്യം ഛർദി, തലവേദന. അപ്പോൾ പേപ്പർ ഇട്ട്, ആരോ പറഞ്ഞു പേപ്പർ ഇരിക്കുന്ന സീറ്റിൽ, ഇപ്പോൾ ബസ്സിലാണെങ്കിൽ പേപ്പർ ഇട്ടിട്ട് അതിൽ ഇരുന്നാൽ മതി. അങ്ങനെ പല പൊടിക്കൈകളും പലരും പറഞ്ഞു തരുന്നുണ്ട്, ഈ ഛർദിക്കില്ല, തലവേദന വരില്ലെന്ന്. പക്ഷേ ഇത് ആന്തരിക സൗഖ്യം മേടിച്ച് യേശുവിൻ്റെ തിരക്തം കൊണ്ട് കഴുകി വചനത്താൽ പ്രാർത്ഥിച്ചപ്പോൾ ഇപ്പോൾ എത്ര ദൂരെ യാത്ര വേണമെങ്കിലും, ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഇളയ കൊച്ചിനെ നാഷണൽ ലെവൽ പവർ ലിഫ്റ്റിങ്ങിൽ പങ്കെടുക്കാനായിട്ട് പോയപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയാണ് കൊണ്ടുപോയത്. മഹാരാഷ്ട്രയിൽ പോയപ്പോൾ അവളാണ് കൊണ്ടുപോയത്. ട്രെയിനിലും ബസ്സിലും ഫ്ലൈറ്റിലും എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. മറ്റേതൊരു യാത്രയെന്ന് കേട്ട അപ്പം തന്നെ തല കറങ്ങും, തലവേദന, ഛർദി, ഇങ്ങനെ. അപ്പോൾ ഇത് ഈ ഒരു അവനവൻ്റെ അനുഭവം തന്നെയാണ് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാനും. അതുപോലെ ചിലർക്ക് ചൊറിച്ചിലുകൾ കാരണം കണ്ടുപിടിക്കുന്നില്ല. ആ ഭക്ഷണം, ഈ ഭക്ഷണം, കാറ്റ്, അത് ഇത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും. അപ്പോൾ നമ്മുടെ മാതൃഗർഭത്തിൽ ഉരുവായപ്പോൾ അമ്മയ്ക്കുണ്ടായിരുന്ന അരക്ഷിതാവസ്ഥകളും അൺസെക്യൂരിറ്റി ഫീലിങ്ങും, അല്ലെങ്കിൽ നമ്മുടെ ജനിച്ച് വളർന്ന നാളുകളിൽ വീണ്ടും അടുത്ത കുട്ടി, അടുത്ത സഹോദരൻ അല്ലെങ്കിൽ സഹോദരി, അടിക്കടിയുള്ള ജന്മങ്ങൾ, അല്ലെങ്കിൽ കുടുംബത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും പറ്റാത്ത വാക്കുകൾ, ജീവിത സാഹചര്യങ്ങൾ, എന്തിനീ ജന്മം എന്നുള്ള ചോദ്യങ്ങൾ, അനാവശ്യ ചോദ്യങ്ങളാണ്. എങ്ങനെ ചോദിച്ചില്ലെങ്കിലും നമ്മൾ ജീവിച്ചേ പറ്റൂ. അപ്പോൾ ദൈവം തന്നതിനെല്ലാം അംഗീകരിക്കുക. ചിലർക്ക് സൂര്യനോട്, ചൂടിനോട്, ചിലർക്ക് തണുപ്പിനോട് വെറുപ്പ്. എനിക്ക് ഈ രണ്ട് കൈയും ഇങ്ങനെ ചൊറിഞ്ഞ് തടിച്ച് ഈ തണുപ്പത്ത് വണ്ടി ഓടിക്കുക, ടൂ വീലറിൻ്റെ. അപ്പോൾ പ്ലാസ്റ്റിക്കിനോട് അലർജിയാണെന്നൊക്കെ ഞാൻ. അപ്പോൾ എന്നോട് വേറെ ആൾക്കാരും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. രണ്ട് കൈയുടെയും ഉള്ളം കൈയൊക്കെ അങ്ങോട്ട് ചുവന്ന് തടിച്ച് ചൊറിഞ്ഞു വരുമായിരുന്നു. നമുക്ക് വണ്ടി ഓടിക്കണ്ടേ? ഇപ്പോൾ ഓടിച്ച് എവിടെയെങ്കിലും പോയി തിരിച്ച് മഴ അല്ലെങ്കിൽ മഞ്ഞാണെങ്കിലും നമുക്ക്, ഇപ്പോൾ ടൂ വീലർ ആണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ ഹാൻഡിൽ പിടിക്കണ്ടേ? ഭയങ്കര കട്ട് ചൊറിച്ചിൽ ചുവന്ന് തടിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനത്തെ മേഖലകളൊക്കെ. അപ്പോൾ എനിക്ക് ഒത്തിരി ഞാൻ വീട്ടിലെ ആദ്യത്തെ മൂത്ത മകനാണ്. അപ്പോൾ അമ്മ പറയും, ഒരു സ്വസ്ഥതയില്ലാത്ത, ഒരു സൗഖ്യമില്ലാത്ത, ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഒരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ഇതിലും ഭേദം ഇല്ലാതിരിക്കുന്നതാണ്. അപ്പോൾ അമ്മക്ക് ഒത്തിരി അസ്വസ്ഥകൾ, മുറിവ്, അപ്പൻ്റെ മദ്യപാനം, സുരവാദിത്വമില്ലായ്മ, ബിസിനസ് തകർച്ച, അങ്ങനെയുള്ളൊരു കാലഘട്ടം. അപ്പോൾ ഒരു അരക്ഷിതാവസ്ഥയാണ്. ഇതാരിലോട്ട് വന്ന് കുഞ്ഞിലേക്ക് വന്ന്. അപ്പോൾ ഈ നമ്മുടെ ചർമ്മം എന്ന് പറഞ്ഞാൽ നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്ന പണിയാണ്. എന്തിൻ്റെ പണി? സ്കിന്നിൻ്റെ പണി. അപ്പോൾ ഈശോയുടെ തിരക്തം കൊണ്ട് ഈ മേലെല്ലാം കഴുകി പ്രാർത്ഥിച്ചപ്പോൾ അതെല്ലാം ഇപ്പം അങ്ങനെയൊന്നും ഇപ്പം പറയുമ്പോഴാണ് ഇതെല്ലാം ഓർക്കുന്നത്. അപ്പോൾ ഏത് കാര്യമാണെങ്കിലും അവിടെ പോട്ടാ ഇത് വന്നത്, അവിടെ പോയാൽ എനിക്കിത് വരും, ഈ ഭക്ഷണം കഴിച്ചാൽ ഇത് വരും, ഇതെല്ലാം നമ്മുടെ തലേന്ന് കളയും. ഇവിടെ ഒരു ദിവസം നമ്മുടെ ശുശ്രൂഷയിൽ സ്നേഹവിരുന്ന് ശുശ്രൂഷ നടക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഫുഡ് അറേഞ്ച് ചെയ്യും. അപ്പോൾ ഒരു സ്നാക്സ് എങ്കിലും മിനിമം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഭക്ഷണം കൊടുത്തിട്ട് കിട്ടും, ദൈവം അനുവദിക്കുന്ന പോലെ. അപ്പോൾ അന്നൊരു ദിവസം പിന്നെ കാച്ചിൽ സുരേന്ദ്രൻ ബ്രദർ കുറേ കാച്ചിൽ കൊണ്ടുവന്ന് തന്നു. അപ്പോൾ സാധാരണ വീടുകളിൽ ആൾക്കാർ എടുക്കാത്ത അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്, നല്ല നെയ്യുള്ള ഇറച്ചി മേടിച്ചിട്ട്, പോത്തിറച്ചി മേടിച്ചിട്ട് അതിലിട്ട് അങ്ങോട്ട് വെച്ച് കാച്ചിലും ഒരു
കാച്ചിലിട്ട നല്ല കുഴമ്പനായിട്ടുള്ള ഒരു കറിയും ഒരു തോരനും ഒരച്ചാറൊക്കെയാണ് പ്രാർത്ഥനയ്ക്ക് വന്നത്. എല്ലാവരും നല്ല ഉത്സവം പോലെ കഴിച്ച്. എന്താ ഈ സാധനം ചേമ്പാണെന്നാണ് ചോദിക്കുന്നത്, നെയ്യും കൂടെ ഉള്ളതുകൊണ്ട് എല്ലാവരും കഴിച്ചു. പക്ഷേ ഒരു സഹോദരി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഭൂമിക്കടിയിലുള്ള ഉണ്ടാവുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും ഞാൻ കഴിക്കാറില്ല, എനിക്ക് ശ്വാസം മുട്ട് വരും, ശരീരം മുഴുവൻ. പക്ഷേ ഐജൻ ബ്രദറെ, കൊതി കൊണ്ട് ഇത് എങ്ങനെ കഴിക്കാതെ പോകും? മരിക്കണമെങ്കിൽ മരിച്ചു പോട്ടെ, ഭക്ഷണം കഴിച്ചത് ഞാൻ കഴിക്കാൻ പോണേ കേട്ടോ, ധൈര്യമായിട്ട് കഴിച്ചോളാൻ പറഞ്ഞ് ആ സഹോദരി. 2 മക്കളും വന്നിട്ടുണ്ടായിരുന്നു, അമ്മ ഉണ്ടായിരുന്നു, എല്ലാവരും കഴിച്ചു. അന്നത്തോടു കൂടെ അത് പിന്നെ ഇട്ട് കഴിച്ചു ടേസ്റ്റ് കാരണം. അതുപോലെ തന്നെ വേറൊരു സഹോദരൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരുപാട് നാളായി കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും കഴിക്കാറില്ല, അലർജി ഉണ്ടാകുന്ന ആളാണ്, ഇതേ പ്രാർത്ഥിച്ചോണം കേട്ടോ ഏൽപ്പിക്കണേ എന്ന് പറഞ്ഞ്. സൗഖ്യം കിട്ടി. അതുകൊണ്ട് ഇതെനിക്ക് കുഴപ്പമാണ്, പറ്റൂല, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. മുൻകാല അനുഭവങ്ങൾ തിരിച്ചായിരിക്കും. ഞാൻ ഉറക്കിയ പാണ്ഡുരോഗമുള്ള ഒരു സഹോദരി, വിവാഹം കഴിഞ്ഞ് സുന്ദരീനെ അന്വേഷിച്ച് കല്യാണം കഴിച്ച മിടുമിടുക്കൻ ചെറുക്കനാണ്. പക്ഷേ സ്ത്രീധനവും വേണ്ട, ഡിമാൻഡും ഇല്ല, സുന്ദരിയായാൽ മതി, മിടുക്കിയായാൽ മതി, അത്യാവശ്യം വിദ്യാഭ്യാസം വേണം, BCom എന്തോ പഠിച്ചിട്ടുണ്ട്. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ഏതാണ്ട് ഒരു ഭയങ്കര ഭക്തനൊക്കെയാണ്, ഒരു വക സ്വഭാവം, പിന്നെ ഫ്രീ ആയിട്ടെന്ന് പറഞ്ഞ് കെട്ടിക്കൊണ്ടുവന്ന പോലെ ഒരു ജാതി രീതികളും നിർബന്ധവും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഗർഭിണിയായി നിർബന്ധവും വാശിയും, അവനും അമ്മയും ഈ മകളുമാണ്. അപ്പോൾ ഇവന് വിദേശത്ത് ജോലിയാണ്, അങ്ങോട്ട് പോയി, എന്നാലും ഫോണിൽ കൂടെയുള്ള ഭരണവും അമ്മേനെ വിട്ട് വരട്ടുന്ന അവസ്ഥ. ഈ കൊച്ചിൻ്റെ പ്രസവം കഴിഞ്ഞപ്പോൾ അതിൻ്റെ സ്കിന്നിൻ്റെ പുറത്ത് നിറമൊക്കെ മാറി, സൗന്ദര്യവും പറഞ്ഞ് കെട്ടിക്കൊണ്ടുവന്നവന് അലർജി ആയി. അവസാനം പെണ്ണിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി, പെണ്ണിനെയും കൊച്ചിനെയും. ഇനി ഈ വിവാഹബന്ധം തുടരുമെന്ന് പോലും, അവന് സൗന്ദര്യത്തിനാണ് പ്രാധാന്യം. പറയുമ്പോൾ ഭയങ്കര ദൈവഭക്തിയൊക്കെയാണ്. പക്ഷേ ഈ മകൾ വന്ന് കൗൺസിലിംഗ് ഒക്കെ എടുത്ത് NLP ഒക്കെ ഇട്ട് പ്രാർത്ഥിച്ചു, വചനം കേൾക്കാനായിട്ടൊക്കെ തുടങ്ങി. തൻ്റെ തകർച്ചകളെ പ്രതി ദൈവത്തെ സ്തുതിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, നമ്മൾ പൊതിഞ്ഞു പിടിക്കുന്ന പണിയാണ് സ്കിന്നിനുള്ളത്, മെലാനിനാണ് ത്വക്കിന് നിറം തരുന്ന ആ പദാർത്ഥത്തിൻ്റെ പേര്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് ക്ഷമിച്ച് ക്ഷമ കൊടുത്ത് തിരക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിച്ച് ഒരല്പം മരുന്ന് കഴിച്ചു. അത്രയും നാൾ ലേസർ അടിച്ചിട്ടും മരുന്ന് കഴിച്ചിട്ടും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വേറെ സ്ഥലത്തും വരും. കാരണം മനസ്സിൻ്റെ ആ സൗഖ്യം കിട്ടിയിട്ടില്ല. ക്ഷമിച്ചു പ്രാർത്ഥിച്ചു, പൂർണ്ണമായിട്ട് മാറി. അവൾക്കൊരു ജോലിയും കിട്ടി, അവന് മാനസാന്തരം ഉണ്ടായി വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി രണ്ടാമത്തെ ഒരു കൊച്ചിനെയും കൂടെ പ്രസവിച്ചു. അപ്പോഴേക്കും ഒരു പരിവം, ഈ അകന്നു നിന്ന അവസ്ഥകളും കാര്യങ്ങളും രോഗം എല്ലാം കൊണ്ട് ജീവിതം പലതും അവരെ രണ്ടുപേരും പഠിപ്പിച്ചു. ഒത്തിരി മാറ്റങ്ങൾ വന്നു. അപ്പോൾ അലർജി ഒരു പ്രശ്നമാണ്. ശ്വാസം മുട്ട്, ഒരു നല്ല കാര്യം വരുമ്പോൾ ശ്വാസം മുട്ട്, ഒരു യാത്ര പോകാൻ പോയാൽ പ്രശ്നം, പോയി വന്നാൽ പ്രശ്നം, നല്ല നല്ല ഭക്ഷണങ്ങളൊന്നും കഴിച്ചാൽ അത് പറ്റുന്നില്ല. പിന്നെ എന്താ കഴിക്കുന്നത്? വായു ഭക്ഷിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അലർജി ഉള്ളവർ ഒന്ന് നമ്മുടെ അമ്മേനോട് ക്ഷമിച്ച്, നമ്മുടെ ജന്മത്തോട്, നമ്മുടെ പാരമ്പര്യത്തോട്, അപ്പനോട്, ആരോടും വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കുക. വെറുപ്പ് മാറ്റിയാൽ പ്രകൃതിയോട് ക്ഷമിക്കണം, സണ്ണിനോട് ക്ഷമിക്കണം, തണുപ്പിനോട് ക്ഷമിക്കണം, കാലാവസ്ഥയോട് ക്ഷമിക്കണം, നമ്മുടെ വീടിനോട്. ചിലർ പറയും ഈ സ്ഥലത്തിൻ്റെ കുഴപ്പം, അല്ലെങ്കിൽ ഈ നാടിൻ്റെ കുഴപ്പം, പൊല്യൂഷൻ്റെ കുഴപ്പം. അതിലും വലിയ പൊല്യൂഷനുള്ള സ്ഥലത്ത് ആൾക്കാർ ജീവിക്കുന്നു. ആ പൊല്യൂഷൻ വരുന്ന ഫാക്ടറിക്ക് അകത്ത് ആൾക്കാർ ജോലിയെടുത്ത് ജീവിക്കുന്നവരുണ്ട്. അതിലും വലിയ പൊടിയിൽ റോഡ് പണിക്കാരും മുളക് പൊടി മില്ലിലും ഫ്ലവർ മില്ലിലും ഒക്കെ ജോലിയെടുക്കുന്ന എത്രയോ പേരുണ്ട്. അവരും ജീവിക്കണില്ലേ? അതുകൊണ്ട് ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലത്. ഇതെല്ലാം നല്ലത് തന്നെ. എന്തൊരു കഷ്ടം, എന്തൊരു ചൂട്, എന്തൊരു വെയിൽ, എന്തൊരു തണുപ്പ്, എന്തൊരു ചൊറിച്ചിൽ, എന്തൊരു പൊടി, എന്തൊരു കൊതുക്. സിസ്റ്റർ മേരി ഉഷ ആ സ്വഭാവം മാറ്റണം. മേരി ഉഷ സെൻ്റിയുടെ ആന്തരിക സൗഖ്യ ധ്യാനത്തിൻ്റെ കൗൺസിലിംഗ് കോഴ്സ് നടക്കുമ്പോഴേക്കും കൊതുക് കടി കാരണം ആലപ്പുഴ EMS വെച്ചായിരുന്നു. അന്ന് അതിൻ്റെ അകത്തൊരു തോടുമല്ല, പുഴയല്ല, എന്നാൽ കുളമല്ല, അങ്ങനത്തെ ഒരു ചാലുണ്ടായിരുന്നു. അപ്പോൾ വേനൽക്കാലത്ത് ആ വെള്ളം ഒരുപാട് ആശ്രയമായിരുന്നു. ഇന്ന് സജ്ജീകരണങ്ങളെല്ലാം മാറി, എല്ലാം ഹൈ ലെവലിലാണ് ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളത്തിനൊക്കെ പണ്ട് ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിൽ ആ തോടും കൂടെ ഉള്ളത് കൊണ്ട് കൊതുക് വരുന്നൊരു കാലഘട്ടമുണ്ട്. അതുകൊണ്ട് ധ്യാനത്തിനിരിക്കുന്ന ആരെയും കൊതുക് കിടത്തി ഉറക്കുന്നില്ല, ധ്യാനം കുടിക്കുന്നില്ല. പക്ഷേ കൊതുകിനോട് ക്ഷമിച്ച് ക്ഷമ കൊടുത്ത് അനുഗ്രഹിച്ച് രക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിച്ച അന്ന് രാത്രി തൊട്ട് എല്ലാവരും വന്നിട്ട് ക്ലാസ്സിൽ പരാതി പറഞ്ഞതാണ്. അപ്പോൾ അവിടെ ക്ഷമ പഠിക്കുകയാണ്. ഒരു ശല്യവുമില്ലാതെ ഈ കോഴ്സ്
കോഴ്സ് പൂർത്തീകരിക്കാൻ എല്ലാവർക്കും പറ്റി. അതുകൊണ്ട് മഴയോട് ക്ഷമിക്കണം, മണ്ണിനോട് ക്ഷമിക്കണം, കാലാവസ്ഥയോട് ക്ഷമിക്കണം, വീടിനോട് ക്ഷമിക്കണം, നമ്മുടെ മുറിയോട് ക്ഷമിക്കണം, പൊടിയോട് ക്ഷമിക്കണം, ഭർത്താവിനോട് ക്ഷമിക്കണം. എന്തൊരു കഷ്ടം, എൻ്റെ ജീവിതം പോയില്ല, ഇയാളെ കൂടെ ഇനി എന്ത് ചെയ്യും, എങ്ങനെ മാറ്റും, അല്ലെങ്കിൽ ഇത്രയും ഈ മക്കളുടെ അവസ്ഥ, ഓരോ കാര്യങ്ങളും എന്നുള്ള ചിന്ത ആദ്യം മാറ്റണം. അപ്പോൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുള്ള വചനം ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും ചിലർക്ക് അഗ്നി, തീയോട്, ചൂടിനോട്, ചിലർക്ക് വെള്ളത്തിനോട്, ചിലർക്ക് വായുവിനോട്, ചിലർക്ക് ശബ്ദത്തോട്, ഇങ്ങനെ പലതരം അലർജികളുണ്ട്. തണുപ്പിനോട്, മഞ്ഞിനോട്, തൊലിയൊക്കെ പൊളിഞ്ഞു പോകും. എൻ്റെ ദൈവമേ, എന്തെല്ലാം പ്രശ്നമാണ്. അതുകൊണ്ട് ഇതൊന്നും എന്നെ ഉപദ്രവിക്കുകയില്ല. എൻ്റെ യേശുവിൻ്റെ തിരക്തം എന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കും. വിശ്വസിക്ക്. യോഹന്നാൻ 16:33 പറയുന്നുണ്ട്, ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താനിടയാവും. വിശ്വാസമുണ്ടോ? ആഗ്രഹമുണ്ടോ? ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടന്നിരിക്കും. യോഹന്നാൻ 16:33. വീണ്ടും ഫിലിപ്പിയർ 3:21. ഞാൻ തന്നെ സാക്ഷിയാണ് കേട്ടോ, അലർജി മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പണ്ട് മുതലേ ഒത്തിരി ആന്തരിക മുറിവുള്ള വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഭാര്യയാണ് ചുമയുടെ പരിചയമെന്ന് പറയും. ചുമ ഇങ്ങനെ വന്നാൽ പിന്നെ അങ്ങനെ ഇങ്ങനെയും വരില്ല, വന്നാൽ പിന്നെ അത് എന്നെ കൊണ്ട് പോകുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഞാനാണെങ്കിൽ പണ്ടൊക്കെ വെറുതെ ചിന്തിക്കുമായിരുന്നു കല്യാണം കഴിക്കുന്നതിന് മുമ്പ്. ഞാൻ കല്യാണം കഴിക്കുന്ന പെണ്ണ് വല്ല ചുമയോ ശ്വാസം മുട്ടൊക്കെ ഉള്ളതാണെങ്കിൽ എന്ത് ചെയ്യുന്നു, വെറുതെ അനാവശ്യമായ ഉത്കണ്ഠയായിരുന്നു. പക്ഷേ പിന്നീട് ചുമ വന്നിട്ട് അപ്പോൾ പറഞ്ഞ് എനിക്ക് ചുമ വന്നാൽ എങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃപ തന്നു. ഒരു പേടിച്ച ഒരു സാഹചര്യമായിരുന്നു, ഇരുട്ടിൽ പേടിച്ച ഒരു സംഭവം. യേശുവിൻ്റെ തിരക്തം കൊണ്ട് കഴുകി അത് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ചുമയുടെ വഴിക്ക് പോയി മറ്റേത് ടെസ്റ്റ് ചെയ്തിട്ടും ESR നോക്കിയിട്ടും പിന്നെ ആവി അടിച്ചിട്ടും നെബുലൈസ് ചെയ്തിട്ടും മരുന്ന് കഴിച്ചിട്ടും ചുമയുടെ മരുന്ന് പിടിച്ചുണ്ട്. ദൈവമോ, നാട്ടുമരുന്ന്, കൈമരുന്ന്, ആ മരുന്ന്, ഈ മരുന്ന്. അപ്പം ഒരു ഡോക്ടർ പറഞ്ഞു ഇത് അലർജിയാണെന്ന് പറഞ്ഞു. എന്ത് അലർജിയാലും മരുന്ന് കഴിച്ചാൽ മാറാത്തതുണ്ടോ? പക്ഷേ ഈ മേഖല സമർപ്പിച്ച് ഇതുപോലെ പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്നത്തോടുകൂടി അത് പടി ഇറങ്ങി. പിന്നെ അതുപോലത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ അനുഭവങ്ങൾ തന്നെ ഷെയർ ചെയ്യുന്നത് എന്തൊക്കെ, ഇത് മാറൂല, ചത്താലും മാറൂല, അമ്മക്കുണ്ടായിരുന്നതാണ് പാരമ്പര്യം, മാറാത്ത പാരമ്പര്യമൊന്നുമില്ല. യേശുവിൻ്റെ രക്തം കൊണ്ടൊന്ന് കഴുകി പ്രാർത്ഥിച്ച് ഉള്ളിലുള്ളതും പുറമേയുള്ള എല്ലാ രോഗവും പാരമ്പര്യക്കെട്ടുകളും യേശുവിൻ്റെ രക്തം വഴി മാറിപ്പോകും. പിന്നത്തെ അപ്പോൾ യോഹന്നാൻ 16:33, ഫിലിപ്പിയർ 3:21. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. ആണിരോഗം പോലും മാറിപ്പോവും. മാറിയ സംഭവങ്ങളുണ്ട്. യാത്രയിലുള്ള ചൊരുക്ക്, ഛർദി, വിട്ടുമാറാത്ത തുമ്മൽ, അലർജി രോഗങ്ങൾ, ശ്വാസം മുട്ട്, ചില ഭക്ഷണം കഴിച്ചാലുള്ള അലർജി, ഇതൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഒന്നും കൂടെ ഉറപ്പ് തരുന്നതിന് വേണ്ടി പറയുകയാണ്, മാറിയിരിക്കും. യേശുവിൻ്റെ രക്തത്തെ, ഈ വചനത്തെ വിളിച്ച് സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരം. അപ്പം നമ്മളാരാ? ദുർബല പ്രകൃതിക്കാരാ. പാപത്തിലേക്ക്, ബലഹീനതയിലേക്ക്, രോഗത്തിലേക്ക്, തിന്മയിലേക്ക് ഭയങ്കര ചായവാണ്. പക്ഷേ യേശുവിൻ്റെ ശക്തി നമ്മുടെ മേൽ വരുമ്പോഴോ, ഇതാ കാന്തത്തോടൊട്ട് ചേർത്തിരിക്കുന്ന ബ്ലേഡ് കഷ്ണത്തിന് ആ കാന്തത്തിൻ്റെ ശക്തി കിട്ടുന്നത് പോലെ ഇതാ ദൈവത്തിൻ്റെ ശക്തി കടന്നു വരുമ്പോൾ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. കർത്താവേ, ഈ വചനം ഫിലിപ്പിയർ 3:21 ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ശരീരത്തെ, എൻ്റെ ജന്മത്തെ, എൻ്റെ മനസ്സിനെ, എൻ്റെ ഉപബോധ മനസ്സിനെ, അവബോധ മനസ്സിനെ, ബോധ മനസ്സിനെ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകി രൂപാന്തരപ്പെടുത്തണമേ. എന്നെ സുഖപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. എൻ്റെ ജന്മത്തിലൂടെ, എൻ്റെ പാരമ്പര്യത്തിലൂടെ, ഞങ്ങളുടെ കാലാവസ്ഥകളിലൂടെ, ജീവിക്കുന്ന സാഹചര്യങ്ങൾ, തൊഴിൽ, കർത്താവ്, ഒരു ജോലിക്കും പോകാതിരിക്കുന്നവരുണ്ട്. ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നവരുണ്ട്. ജോലിക്ക് പോയാൽ 15 വർഷമായി ജോലിക്ക് പോയിട്ടെന്നൊക്കെ വന്ന് പ്രാർത്ഥിച്ച് സുഖപ്പെട്ട് ഓടിക്കോ എന്ന് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തിയാൽ മതി എന്ന് പറഞ്ഞ് അവരുടെ പേർക്ക് സ്നേഹവിരുന്ന് പോലും സാക്ഷ്യമായിട്ട് അവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 15 വർഷമാണ് നഷ്ടപ്പെട്ടു പോയത്. അലർജി ജോലിക്ക് പോയാൽ സൺ അലർജി, അല്ലെങ്കിൽ ശ്വാസം മുട്ട്, ആ വേദന, ഈ വേദന. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങൾ ഈ ജോലിക്ക് പോകണ്ട, ഇത്രയും നാൾ പോയതല്ല. പക്ഷേ കർത്താവിൻ്റെ വചനം പറഞ്ഞ് അധ്വാനിച്ച് നെറ്റിയിലെ വീർപ്പുകൊണ്ട് അപ്പം ഭക്ഷിക്കാം. വചനം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് രൂപാന്തരപ്പെടുത്തി. യേശുവേ നന്ദി. കർത്താവ്, ഈ വചനം, ഈ സുവിശേഷം കേൾക്കുന്നവരുടെ, വചനം കേൾക്കുന്നവരെ, അവരുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. കർത്താവെ, സുവിശേഷം തന്നെയായ യേശുവെ, ഇന്നും ജീവിക്കുന്ന കർത്താവെ, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇപ്പോൾ ഇവിടെ നിർഗമത കാൽവെള്ള വരെ ചുറ്റി സഞ്ചരിക്കട്ടെ. ഇന്നും
മുതൽ കർത്താവെ തുടർച്ചയായിട്ട് ഈ മാസം മുഴുവൻ ഇവർ ഈ വചനം യോഹന്നാൻ 16:33, ഫിലിപ്പിയർ 3:21 ഈ 2 വചനങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ധൈര്യം കിട്ടട്ടെ, ശക്തി കിട്ടട്ടെ, ബലഹീനത ദുർബലത മാറട്ടെ, പാരമ്പര്യം എന്ന് പറയുന്ന സ്വഭാവം മാറിപ്പോകട്ടെ കർത്താവെ. ക്ലൈമറ്റ് അലർജി എന്ന് പറയുന്നത് മാറിപ്പോട്ടെ. ഇതിനേക്കാൾ രാജസ്ഥാൻ മരുഭൂമിയിൽ വരെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആൾക്കാർ ജോലിക്കും പോകുന്നുണ്ട്, ജോലി എടുക്കുന്നുണ്ട്. കടലിൻ്റെ നടുക്ക് പോയി അല്ലെങ്കിൽ ഉൾക്കടലുകളിലൊക്കെ പോയി മത്സ്യബന്ധനവും ജോലിയും ഷിപ്പിലെല്ലാം ജോലി എടുക്കുന്നുണ്ട്. ഇവിടെ വെറുതെ ഒരു കാറ്റ് വന്നാൽ, ഒരു പുക വന്നാൽ അപ്പം തുടങ്ങിയ അവസ്ഥ. അമ്മയ്ക്കും ഇതുപോലെ ഞങ്ങൾ വയറ്റിൽ കിടന്നപ്പോൾ ഉണ്ടായ വിപരീത അവസ്ഥകൾ, സാഹചര്യങ്ങളൊക്കെ ഞങ്ങളിലേക്ക് മുറിവുകളായിട്ട് കടന്നു. യേശുവിൻ്റെ രക്തം കൊണ്ട് ആ മുറിവുകൾ ഇപ്പോൾ സൗഖ്യപ്പെടട്ടെ. യേശുനാമത്തിൽ ഈ ശുശ്രൂഷ കേൾക്കുന്ന അലർജി രോഗികൾ കർത്താവെ സൗഖ്യപ്പെടട്ടെ. മത്തായി 10:8 വചനത്താൽ രോഗികളെ സുഖപ്പെടുത്തുവിൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കും. അലർജിക്ക് കാരണമായ ദുരാത്മാക്കളെ യേശുനാമത്തിൽ ബന്ധിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഉപേക്ഷിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ഞങ്ങളുടെ കർത്താവായി ഞങ്ങളുടെ ജീവിതത്തിൽ ഭരണം നടത്തണമേ. യേശുവേ നന്ദി, സ്തുതി സ്തുതി സ്തുതി. സ്ഥലം വിറ്റു പോയവരുണ്ട്, സ്ഥലം വിൽക്കാനിരിക്കുന്നവരുണ്ട്. അലർജി കാരണം കർത്താവെ മരുന്ന് കഴിച്ച് മടുത്തവരുണ്ട്. അവരുടെ ശ്വാസകോശത്തെ, അവരുടെ രക്തത്തെ യേശുവിൻ്റെ രക്തത്താൽ നിറച്ച് ഇപ്പോൾ സൗഖ്യം കൊടുക്കുന്നതിന്, പുതുക്കി പണിയുന്നതിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ വന്ന് നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങളുടെ കമൻസുകൾ, പ്രാർത്ഥനാ നിയോഗങ്ങളൊക്കെ അയക്കുക. യേശുവിൻ്റെ രക്തം വഴി നിങ്ങൾക്ക് സൗഖ്യം കിട്ടിയിരിക്കും. ഉടമ്പടിയുടെ രക്തമാണ്, മാറ്റമില്ലാത്ത രക്തമാണ്, ഇന്നും സുഖപ്പെടുന്ന രക്തമാണ്. എന്നും ഒന്നുപോലെ ആയിരിക്കുന്ന യേശുവിൻ്റെ രക്തം വഴി ഈ പ്രോഗ്രാം കേൾക്കുന്നവർ നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും, വന്ന് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും. വചനം മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെ പല വിഷയങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. പ്രായവും കാലവും സമയവും ഒന്നുമില്ല. യേശു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെ. ഹെബ്രായർ 13:8. അതുകൊണ്ട് ഉറച്ച് വിശ്വസിച്ചാൽ ജീവിക്കുന്ന കർത്താവ് ഇപ്പോൾ അത് തന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. എല്ലാ ഭക്ഷണവും കഴിക്കാൻ നിങ്ങൾക്ക് ശക്തി കിട്ടും. ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. ഭക്ഷണത്തോട്, വെള്ളത്തോട്, കാലാവസ്ഥയോട്, സ്ഥലത്തോട്, വീടിനോട് എല്ലാം ദൈവം രമ്യതപ്പെടുന്നു. ഞാൻ രമ്യതപ്പെടുന്നു കർത്താവെ, എന്നെ അനുഗ്രഹിക്കണമേ, ഞാൻ എന്നെ അംഗീകരിക്കുന്നു കർത്താവെ. ഇനി മേലെ പറയരുത് എന്തൊരു ചൂട്, എന്തൊരു മഴ, എന്തൊരു കാറ്റ്, എന്തൊരു വെയിൽ പറയരുതേ. തലയിൽ കിടക്കുന്ന വിദ്യാധാരണങ്ങൾ, ഈ ഭക്ഷണാദ്യത്തിൽ അതുണ്ട്, ഇതുണ്ട്, അത് കഴിച്ചിട്ടുണ്ട്, അതാണ് ഗ്യാസ്, ഇതാണ് ഗ്യാസ്. ദൈവത്തെ ഓർത്ത് ഇത് ലോകത്തുള്ള സകല മനുഷ്യരും കഴിക്കുന്ന സാധനങ്ങളാണ്. അതൊക്കെ ഇല്ലാതെ വരുമ്പോൾ ശരീരത്തിന് ഒരുപാട് കുറവുകളുണ്ടാവുന്നത്. അതുകൊണ്ട് ഇത് ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണ് എന്നാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വളരെ നന്നായിരിക്കുന്നു എന്നാണ് ദൈവം പറഞ്ഞ വാക്ക്. ആ വാക്ക് ഇനി മുതൽ പറയാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാം മാറിക്കൊള്ളൂട്ടാ, വിഷമിക്കണ്ട. പ്രൈസ് ദി ലോർഡ്.